ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ഷെന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് റീസെൻ്റ് ആയിട്ട് ഒരു പെൻപാൽ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ലെറ്ററാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലെല്ലാം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ലെറ്റർ ഞാനൊരു പിങ്ക് തീമിൽ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കഴിഞ്ഞൊരു ലെറ്റർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ കളറിൽ, ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ഫസ്റ്റിൽ കാണിച്ചതല്ലേ. അപ്പോൾ അത് ഞാനൊരു സിനിമ റോളിൻ്റെ തീം, ബ്ലൂ എസ്തെറ്റിക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, ബട്ട് അതിൽ സിനിമ റോളിൻ്റെ അങ്ങനത്തെ തീമിൽ വരുന്ന കുറേ കാര്യങ്ങളായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലെറ്റർ തന്നെ ഒരു പിങ്ക് തീമാന്ന് തന്നെ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്ട്രാസ് കാര്യങ്ങളും നല്ലോണം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എൻവലപ്പ് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻവലപ്പ് എഫർ പേപ്പർ യൂസ് ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പെൻപാൽ എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കട്ടെ. അപ്പോൾ അതിൽ എൻ്റെ പെൻപാലിൻ്റെ എല്ലാ വീഡിയോസും അതിലുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് സിമ്പിളായിട്ടും മിനിമലായിട്ടുള്ള ഡിസൈനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള, പിന്നെ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു. അതിലൊരു ജേണലിൻ്റെ ഒരു ചിത്രം കണ്ടിട്ട് അത് ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു വൈറ്റ് ഗ്ലിറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലത്തെ ഒരു വൈറ്റ് ഒരു ബില്ല് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ആ ഒരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് ഒരു പിങ്ക് പാൻറ്റോണിൻ്റെ ഒരു കാർഡ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പിങ്ക്, അതായത് റാൻഡായിട്ടുള്ള ഒരു പിങ്ക് ചിത്രം, അതായിരുന്നു ആ ഞാൻ ഇൻസ്പയർഡ് ആയി എന്ന് പറഞ്ഞ ചിത്രത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ചിത്രം തന്നെ ആയിട്ട് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതുപോലത്തെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്ത് ക്യാരക്ടറാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ സ്റ്റിക്കേഴ്സ് തപ്പിയപ്പോഴേ കണ്ടപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തേ. പിന്നെ ഇതുപോലെ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള സ്റ്റിക്കർ സെറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും താഴെ കൊടുക്കട്ടോ ലിങ്ക്. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലത്തെ ഒരു കുഞ്ഞു സ്റ്റാറിൻ്റെ സ്റ്റിക്കറും, അതായത് പിങ്ക് കളറിൽ വരുന്ന ഒരു സ്റ്റാറിൻ്റെ സ്റ്റിക്കർ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു 2 സർക്കിൾ ഷേപ്പിൽ വരുന്ന സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏകദേശം നമ്മുടെ എൻവലപ്പിൻ്റെ കവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലെ റാൻഡായിട്ട് ഹാലോവിൻ എന്നുള്ള സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഹാലോവിൻ തീം അല്ല, അതൊരു വൈറ്റ് കളറിൽ വരുന്ന ഹാലോവിൻ സ്റ്റിക്കർ ആയതുകൊണ്ട് മാത്രമായിട്ട് ഞാൻ അതുപോലെ ഒട്ടിച്ചത്. കാരണം മൊത്തത്തിലൊരു വൈറ്റ് പിങ്ക് ആ ഒരു തീമാണല്ലോ. അപ്പോൾ ആ വൈറ്റ് കളറിലുള്ള സ്റ്റിക്കർ ആയതുകൊണ്ട് കാണാൻ ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ റാൻഡായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കാര്യങ്ങളാണല്ലോ, ഒരു തീമിനെ ബേസ് ചെയ്തിട്ടല്ലല്ലോ, കളേഴ്സ് മാത്രം മാച്ച് ആയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആളുടെ പേര് ഹഫീദ എന്നായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് വന്നപ്പോൾ ഹഫീദ എന്ന് മൊത്തത്തിൽ എഴുതാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. പിന്നെ ആളുടെ ഇൻസ്റ്റാഗ്രാം നെയിമിൽ ഹഫീ എന്നായിരുന്നു യൂസർ നെയിം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്നാൽ അതങ്ങനെ കൊടുക്കുക, നമ്മൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഹഫീദ എന്ന് മൊത്തത്തിൽ സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒട്ടിക്കാൻ. അപ്പോൾ പറ്റാത്തതുകൊണ്ട് ഞാൻ ഹഫീന്ന് മാത്രം ഇതുപോലെ എഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുള്ളത്. സോറി, എഴുതി കൊടുക്കല്ല, ഒട്ടിച്ച് കൊടുക്കുകയോ ചെയ്തിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ആ പേരൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ എൻവലപ്പ് കിട്ടും. അപ്പോൾ എൻവലപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിലേക്കുള്ള എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാസ് സെറ്റ് ചെയ്യാം. പൊതുവേ ഫസ്റ്റിൽ എക്സ്ട്രാസ് ആണ് സെറ്റ് ചെയ്ത് വെക്കാറുള്ളത്. കാരണം അതാണ് നമുക്ക് എന്താ പറയുക കൺഫ്യൂഷൻസ് ഉണ്ടാവും, എന്തൊക്കെ ആഡ് ചെയ്യുക അങ്ങനെയൊക്കെ തോന്നുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് അതായത് പിന്നെ ലെറ്റർ, പിന്നെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്തല്ലായിരുന്നു ഞാൻ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇനി ഒക്ടോബർ ആയതുകൊണ്ടാണ് എനിക്കറിയില്ല. പൊതുവേ ഈ ഒരു സമയങ്ങളിൽ ഒരു 3-3:30 ശേഷം ഇങ്ങനെ ഇടിമിന്നലൊക്കെ ആയിട്ടുള്ള മഴ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു 3:30 ശേഷമായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇങ്ങനെ മഴക്കാറ് വന്നിട്ട് എന്തറിയില്ല, ആകെ മൊത്തം ഒരു പുറത്തൊരു വാം കളറ്. അപ്പോൾ എൻ്റെ ടാബിലേക്ക് നേരെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ആ വാം കളർ. അപ്പോൾ എനിക്ക് എത്ര ആയിട്ടും ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ലൈറ്റിങ് കിട്ടുന്ന തന്നെ അല്ലായിരുന്നു. എത്ര ആയിട്ടും ആ ഒരു കളറൊക്കെ കിട്ടുന്ന തന്നെ അല്ല, ഒരുമാതിരി ഒരു വൃത്തിയായിട്ടൊരു വാം കളറായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ആകെ വൃത്തിയായിട്ടായോ എന്നൊരു സംശയം. ഈ ഒരു ഏരിയ എനിക്ക് ആ ഒരു കളർ തീം കിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ചില സമയത്ത്. അങ്ങനെ നിന്നിട്ട് ഞാൻ പിന്നെ ആ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തതൊക്കെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. കാരണം ആ ഒരു മോർണിംഗിലുള്ള ഒരു വെളിച്ചമാണ് കുറച്ചുകൂടി നല്ല ഭംഗിയുള്ളൊരു വെളിച്ചം. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ട് ഇതരം വൃത്തിയായിട്ടൊരു വാം കളറായിട്ട് ഇങ്ങനെ വരും. നമ്മൾ ലൈറ്റിന് കുറ്റം പറഞ്ഞ് ഞാൻ എക്സ്ട്രാസ് പാക്ക് ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ എക്സ്ട്രാസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് യൂട്യൂബിലത്തെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിൽ കുറേ പിള്ളേർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പെൻപാൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എല്ലാവരുടെ റിക്വസ്റ്റും അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ 4 പേര് 4-5 ഇപ്പോൾ ഓൾറെഡി ഞാൻ അക്സെപ്റ്റ് ചെയ്തതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിക്കായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. മറ്റേത് നമ്മളെല്ലാവരുടെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ആ ഒരു വിചാരിച്ച ടൈമിൽ തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്ട്രാസ് 1 പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റിക്കറും കൂടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എക്സ്ട്രാസ് 2 ആണ്. അപ്പോൾ എക്സ്ട്രാ 2 ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു എൻവലപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആഡ് ചെയ്യാമെന്നായിട്ട് വിചാരിക്കുന്നത്. ബാക്കി പെൻപാലിൻ്റെ വീഡിയോസൊക്കെ ചെയ്തതിൽ ഞാൻ ബട്ടർ പേപ്പർ കൊണ്ട് തന്നെ റാപ്പ് ചെയ്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞു എൻവലപ്പാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഈ മെമ്മോ അങ്ങനത്തെ നോട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു 3 സാമ്പിൾസും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ. സ്റ്റിക്കേഴ്സ് പറയുമ്പോൾ ഡൈ കട്ട്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതും ഞാൻ പിങ്ക് ആണ് വിചാരിച്ചിട്ട് പിങ്ക് തീമിലുള്ള സ്റ്റിക്കേഴ്സ് അല്ല കേട്ടോ അധികമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു 3 ഇതുപോലത്തെ പിങ്ക് തീമിൽ വരുന്നത്. പിന്നെ എനിക്ക് ഹാലോവിൻ, അതായത് ഒക്ടോബർ മന്തിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഹാലോവിന്, ഓട്ടം അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ആയിരുന്നു. അതെന്താ ഞാൻ ആഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഒക്ടോബർ മന്ത് ആണല്ലോ, അപ്പോൾ ആ ഒരു ഒക്ടോബർ മന്തിലുള്ള ഹാലോവിൻ, ഓട്ടം ആ ഒരു തീം വെച്ചിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഞാൻ എപ്പോഴും മറന്നു അതായിരുന്നു ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ളത്. പിന്നെ ഞാൻ നമുക്ക് പെൻപാൽ ചെയ്യാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പിന്നെയും പിൻട്രസ്റ്റിൽ പോയി മീൻസ് ഡിസൈൻസ് എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടുമോ നോക്കാൻ
വേണ്ടിയിട്ട് നോക്കിയിട്ട് ഞാൻ ഈ ഒരു പിങ്കിൽ ചെയ്ത്. പിന്നെയാണ് സ്റ്റിക്കേഴ്സ് ഞാനിങ്ങനെ മാറ്റി വെച്ചത് കണ്ടപ്പോൾ ഈ തീമിലായിരുന്നല്ലോ ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ ഞാനെന്ത് ഈ തീമിൽ ചെയ്തേ വിചാരിച്ചു. ചില സമയത്ത് മറവി എന്ന് പറഞ്ഞ സംഭവം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചതല്ലേ, അപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു സ്റ്റിക്കേഴ്സും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എക്സ്ട്രാ 2 വരുന്നത്. ഇനി നമ്മൾ എക്സ്ട്രാസ് 1 പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പിങ്ക് കളറിൽ വരുന്നൊരു ഗിങ്കാം പാറ്റേൺ ഇങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈറ്റ് ഗ്ലിറ്റ് പേപ്പറിൻ്റെ ഒരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പട്ടിക്കുട്ടീൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കുറേ തിരിച്ചു മറിച്ചൊക്കെ വെച്ച് നോക്കി. അപ്പോൾ എങ്ങനെയായിട്ടേക്ക് അതൊരു എന്താ പറയുക, ഞാൻ വിചാരിച്ച ആ ഒരു ഭംഗിയിൽക്കട് വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒരു കോട്ട്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഡയറിയുടെ താഴെ ഉണ്ടാവും ഇങ്ങനെ ഓരോ മോട്ടിവേഷണൽ ആയിട്ടുള്ള കോട്ട്സ്. എന്നിട്ട് ഞാൻ പിന്നെ ഈ പട്ടിക്കുട്ടീനെ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് നോക്കി. അപ്പോഴും എനിക്കൊരു ഭംഗി തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ട. പിന്നെ ഞാൻ ഈ ഒരു മിഫിയുടെ സ്റ്റിക്കറായിട്ടോ വെച്ച് കൊടുത്തത്. അത് വെച്ചപ്പോൾ എനിക്ക് എന്തോ നല്ല ഭംഗിയായിട്ട് തോന്നി. പിന്നെ അത് വെച്ച് കൊടുത്ത് പിന്നെ കഴിഞ്ഞിട്ട് ഞാനൊരു A4ൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ എന്താ പറയുക ജേണൽ ഫ്രം സ്ക്രാച്ച് ഇത് പറയില്ലേ, അപ്പോൾ അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് ഇത് നമ്മുടെ എക്സ്ട്രാസിൻ്റെ പാക്കാണല്ലോ, അപ്പോൾ അതിന് എക്സ്ട്രാസ് എഴുതി കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടൈക്കട്ടിൽ ആൽഫബറ്റ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് എക്സ്ട്രാസ് എന്നുള്ളത് ഇതുപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ വൈറ്റ് കളറായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ബ്രൗൺ എടുക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി നമ്മളൊരു വൈറ്റ് റോസ് ആ ഒരു തീമാണല്ലോ, അപ്പോൾ വൈറ്റിന് ആർക്കും ഭംഗി. അപ്പോൾ ഞാൻ അങ്ങനെ എക്സ്ട്രാസ് എന്നുള്ളത് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്ട്രാസ് 1 കഴിഞ്ഞു, എക്സ്ട്രാ 2 കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ലെറ്റർ ആഡ് ചെയ്യാനുണ്ട്, ആൻസേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് വഴിയെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എഴുതാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പിങ്ക് തീമിൽ എടുത്തിട്ട് ഇനി നമുക്ക് ആൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യണം. അപ്പോൾ ആൻസേഴ്സ് ഞാൻ കാണിക്കുന്നില്ല, അതും പേഴ്സണൽ കാര്യങ്ങളാണല്ലോ. പിന്നെ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇതിലേക്കുള്ള ലെറ്റർ എഴുതാനുള്ള പേപ്പറാണ് കേട്ടോ. ഇതിൻ്റെ മൊത്തത്തിലൊരു പിങ്ക് തീമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലെറ്റർ എഴുതാനുള്ള പേജ് ഞാനൊരു ബ്രൗൺ തീമായിട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്നാമത് നമ്മൾ ആ ഒരു എക്സ്ട്രാസിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ യെല്ലോ ബ്രൗൺ, അപ്പോൾ ഞാൻ അതിന് മാച്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ആ ഒരു തീമിലുള്ള പേപ്പർ എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് അത് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊരു വാഷ് ടൈപ്പ് ഒട്ടിച്ചിട്ടും അത് മാറ്റി വെക്കാം. പിന്നെ ലെറ്ററും എഴുതാം. ഞാൻ ലെറ്റർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലെറ്റർ കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ലെറ്റർ എഴുതുന്നതിന് മുമ്പ് ഇതിൽ ഹലോ എന്നുള്ളത് ഞാൻ ഇതുപോലെ ഒരു ബ്രഷ് പെൻ യൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ മുമ്പ് ഒരു പെൻപാൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആളുടെ പേര് വെച്ചിട്ട് അത് ജസ്റ്റ് ഹലോ മറിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്താ അവിടെ ഭയങ്കര ശൂന്യമായിട്ട്, അത് മീൻസ് ഒന്നും ഇങ്ങനെ വലുതായിട്ട് ഒരു എന്താ പറയുക ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണാത്ത പോലെ ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അവിടെയും ഹലോ എന്ന് ഇതുപോലെ എഴുതി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ ഇവിടെയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലെറ്റർ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് ഇനി കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലെറ്ററും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കാം. ഇനി ലെറ്റർ എൻവലപ്പിൽ കൊള്ളോ ഇല്ല എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നേരത്തെ ഞാൻ ഒന്ന് ഇതുപോലെ ചെയ്തത് കൊണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ആ ലെറ്ററും കൊണ്ട് രണ്ടാമത്തെ ഞാൻ ഫോൾഡ് ചെയ്തിട്ടാണ് അതിൽ കൊണ്ടത്. അപ്പോൾ ഇത് മിക്കവാറും അങ്ങനെ ഒരു തവണയും കൂടെ ഫോൾഡ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട്. പിന്നെ ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഹെയ് മെലഡി ആ ഒരു തീമിലായിട്ട് ഞാൻ മീൻസ് ആ ഒരു തീമിലുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ പിങ്ക് ഉണ്ട് എന്ന് ബ്രൗണും ഉണ്ട് എന്ന് യെല്ലോ ഉണ്ട്, അങ്ങനെ എല്ലാ കളേഴ്സും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പെൻപാൽ ലെറ്ററാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഞാൻ അതായത് ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല, അതിൻ്റെ പുറത്താട്ടോ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് എഴുതി കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചത്. പിന്നെ നമുക്കിതെല്ലാം എൻവലപ്പിൽ ഇട്ടിട്ടും സെറ്റ് ചെയ്തിട്ടും എൻവലപ്പിൽ ലോക്ക് ചെയ്യാം. പിന്നെ പെൻപാൽസ് എങ്ങനെ സെൻഡ് ചെയ്യുക എന്നുള്ളത്, അതായത് നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴിയാണോ കൊറിയർ വഴിയാണോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പിള്ളേർ. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഉത്തരമായിട്ട് ഞാൻ എങ്ങനെയാണ് പെൻപാൽസ് സെൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ ഈ ലെറ്റർ എന്തായാലും നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എൻവലപ്പിലേക്ക് വെച്ച് കൊടുക്കും. കാരണം ലെറ്ററിൻ്റെ സൈസ് A4 സൈസാണ്. പിന്നെ നമ്മൾ എൻവലപ്പ് ചെയ്തിട്ടുള്ളതും A4 പേപ്പർ യൂസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ രണ്ടും ഒരേ സൈസാണ്. അപ്പോൾ അതിൽ എന്തായാലും കൊള്ളില്ല. പിന്നെ നമ്മൾ എൻവലപ്പിൻ്റെ സൈഡിലൊക്കെ പക്ഷേ തേച്ച് ഒട്ടിച്ചതുകൊണ്ട് എന്തായാലും അത് ഒരിക്കലും കൊള്ളില്ല. അത് ഞാൻ ഇപ്പോഴല്ല അപ്പം ചിന്തിക്കണമായിരുന്നു എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ ആ ചെയ്യുന്ന ഒരു ത്വരയിൽ ഞാൻ മറന്നു പോയത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പെൻപാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഇതുപോലെ ലോക്ക് ചെയ്തിട്ട്, അതായത് വാഷ് ടൈപ്പ് യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനെ ഓർഡിനറി പോസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു സൈൻ വർക്ക് ഡേയ്സ് എടുക്കും ആളുടെ കയ്യിൽ എത്താൻ. അപ്പോൾ അതുവരെ ആൾ വെയിറ്റ് ചെയ്ത് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന പെൻപാൽസ്. ഇതിലേതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ.